പ്രായം ചെന്നവർക്ക് അഭയകേന്ദ്രം ഒരുക്കുന്നതിനുള്ള ഫണ്ട് സ്വരൂപിക്കാനായി സർവീസിൽ നിന്നും വിരമിച്ചവർ ചേർന്ന് രൂപീകരിച്ച അഡാർസ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭം സർക്കാരിന്റെ കനിവിനായി കാത്തിരിക്കുന്നു. വാടാനപ്പള്ളി ഗണേശമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംരംഭമാണ് നടത്തിപ്പിനുള്ള ചെലവുകൾ കണ്ടെത്താനായി സ്റ്റാർട്ടപ്പ് ആരംഭിച്ചിരിക്കുന്നത്. പൊതുജനത്തിനും സർക്കാരിനും ഉപയോഗപ്രദമായതും എന്നാൽ സർക്കാരിന് യാതൊരുവിധ മുതൽമുടക്കില്ലാത്തതും ഏകദേശം 71,000 ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നതുമാണ് ഈ സംരംഭമെന്ന് നടത്തിപ്പുകാർ അവകാശപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഇന്റഗ്രേറ്റഡ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പദ്ധതി 2021 സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലും കേരള സ്റ്റാർട്ടപ്പ് മിഷനിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ താൽക്കാലിക അനുമതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ച് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചു. എന്നാൽ സ്ഥിരം സംവിധാനമായി പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അധികൃതരുമായി ചർച്ച ചെയ്തെങ്കിലും അനുകൂല മറുപടി ലഭിച്ചില്ലെന്നാണ് ഇവർ പറയുന്നത്. കേരളത്തിൽ ഉടനീളം 1280 ക്യാമറ സ്ഥാപിക്കാൻ 250 കോടിയുടെ പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ കെൽട്രോൺ സ്ഥാപിച്ചിരിക്കുന്ന 706 ക്യാമറകൾക്ക് 235 കോടിയാണ് ചെലവ് വന്നിരിക്കുന്നത്. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ഫണ്ട് നൽകാൻ 4 ബാങ്കുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വഴി വാഹനങ്ങളുടെ നമ്പറുകൾ ട്രാക്ക് ചെയ്ത് അവ കടന്നുപോകുന്ന വഴികൾ തത്സമയം അറിയാനാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഇഗ്നേഷ്യസ് ദേവസി പറഞ്ഞു. കേരളത്തിൽ തൃശ്ശൂർ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനി മെയിനായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഉപേക്ഷിക്കപ്പെടുന്ന വയസ്സായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കലാണ് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ ലക്ഷ്യം. പ്രൊജക്ട് പ്രപ്പോസൽ നമ്മൾ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ ഉപയോഗിക്കെങ്കിലും പോലീസിലും അതുപോലെ തന്നെ എക്സൈസിലും അതുപോലെ തന്നെ GST, LSGD പഞ്ചായത്തിലൊക്കെ നമുക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറകൾ വെച്ചിട്ട് വയലേഷൻ കണ്ടുപിടിക്കുക. ഒരു ഇടിച്ചിട്ട് ഒരു വണ്ടി നിർത്താണ്ട് പോവുകയാണെങ്കിൽ ഈ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ, ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പോലീസ് ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അത് കയറി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ 30 ദിവസം മുമ്പ് തുടങ്ങിയ ഹിസ്റ്ററി കിട്ടും. അപ്പോൾ ലൈവായിട്ടുള്ള ഹിസ്റ്ററി കിട്ടും. ഏത് റൂട്ടിൽ കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് കിട്ടും. TCV തൃശ്ശൂർ.